സ്തുതിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ ഗ്ലോറിയസ് നെയിം ഓഫ് ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു. വീണ്ടും ഞായറാഴ്ച കർത്താവ് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ മഹനീയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. God has given us one more day to worship and serve the Lord. We will quickly go into the Word of God. നമുക്ക് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് കടന്നു പോകാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് റോമർക്ക് ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let us read Romans 10 verse 11 and 12. 12 and 13. 12 and 13. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. Romans chapter 10, 12, 13. For there is no difference between the Jew and the Greek, for the same Lord over all is rich unto all that call upon him. Amen. ഞാൻ രണ്ട് ഭാഷയിലും ശുശ്രൂഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇംഗ്ലീഷ് ആയി മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചേർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അതിൻ്റെ 13-ാം വാക്യം, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. നമുക്ക് സുപരിചിതമായ ഒരു വേദവാക്യമാണ് നമ്മൾ വായിച്ചത്. It is a familiar verse that we read. റോമർക്ക് ലേഖനം 10-ാം അധ്യായം ഒരാളുടെ രക്ഷയെപ്പറ്റി ഭക്തമായ അതിൻ്റെ തൊട്ടു മുമ്പ് എഴുതിയിട്ടുണ്ട്. Romans 10 talks about salvation. എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. There are two things that the Holy Spirit is talking about. അവിടെ പറയുകയാണ് അതിൻ്റെ 12-ാം വാക്യത്തിൽ, in the 12th verse, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. For whoever shall call upon the name of the Lord shall be saved. അത് എല്ലാവർക്കും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 12th വേഴ്സാണ്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം ഹീസ് സമ്പന്നനാകുന്നു എന്ന് തിരുവചനം പറയുന്നു. For the same Lord over all is rich unto all that call upon him. ഹല്ലേലൂയ. അപ്പോൾ വാട്ടെവർ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെതായ എല്ലാ ആവശ്യങ്ങളിലും നമ്മളോട് കൂടെ ഇരിക്കുന്ന നൽകുവാൻ തക്കവണ്ണം സർവശക്തനായ സകലത്തെയും വാഴുന്ന സകലത്തിൻ്റെ മേലും നിയന്ത്രണമുള്ള ദൈവമാണ് നമുക്കുള്ളത്. Our God rules over all and he is able to provide us all our needs. ഇന്ന് തിരുവചനത്തിലൂടെ പറയുവാൻ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു വാക്ക്, ഒരു വചനം, what the Holy Spirit enlightened in my mind, അവനെ വിളിച്ചപേക്ഷിക്കുന്ന, that whoever calls upon the name of the Lord, അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. He is rich over all to him that call upon him. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, so if we call upon his name, സത്യദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നതെങ്കിൽ, if you are calling upon the true God, ആമേൻ, ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും. that God will work in our lives. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാണ്. Whoever believes can raise their hands. ഇന്ന് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിന്റെ മേലും ദൈവം പ്രവർത്തിച്ചിരിക്കും. Whoever calls upon the name of the Lord, God will surely act on their behalf. അതിന് തൊട്ട് താഴെ പറയുകയാണ്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. For whoever shall call upon the name of the Lord shall be saved. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ഭൗതികമായ കാര്യങ്ങളിൽ കർത്താവ് നമ്മളെ വഴി നടത്തും. Not only in our material needs, മാത്രമല്ല ആത്മീയ മണ്ഡലത്തിലും കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ മേൽ പ്രവർത്തിക്കും. not only in our material needs but in our spiritual life also God will help us. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു ജോലി കിട്ടിയാൽ, നമുക്കൊരു സമ്പത്ത് കിട്ടിയാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വിടുതൽ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. We think that if we get a job, if our needs are met, then we are safe. So in Malayalam we call രക്ഷപ്പെടും. In Malayalam we say we are safe. If you go to USA, you go to UAE or you go to another country and you are comfortable, you are secure, that means you രക്ഷപ്പെട്ടു. സ്തോത്രം. Hallelujah. But the second verse says, if you call upon the Lord, you will be saved. Whoever calls upon the Lord, നിങ്ങൾ രക്ഷിക്കപ്പെടും. Amen. സ്തോത്രം. അപ്പം നമ്മളെ രക്ഷിക്കാനും രക്ഷിക്കപ്പെടുവാനും കഴിവുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. So we worship a God who is able to save us and help us. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം കിട്ടിയാലും, whatever we get in this life, അതെല്ലാം ഒരു സമയം കഴിയുമ്പോൾ അഴിഞ്ഞു പോകുന്നതാണ്.
all that will perish after some time. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് പുതിയതാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പഴയതായി പോകും. Even the shirt that I'm wearing, after some time it will get old. പുതിയ വീട് പണിതാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പഴയതാവും. Even if you build a new house, after some time it will become old. പക്ഷേ നമുക്ക് നിത്യമായിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയാൽ, But if we get something eternal, ഹല്ലേലൂയ, അത് ഒരിക്കലും അഴിഞ്ഞു പോകത്തില്ല. that will never be corrupted. ഹല്ലേലൂയ, ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയത് അവൻ അഴിഞ്ഞു പോകുന്നതല്ല, അഴിഞ്ഞു പോകാത്തതും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതിനെ ഓർത്ത് എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. What God has kept for us is something which is not corruptible. അതാണ് കർത്താവ് ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. And God is preparing that for us. അത് മാത്രമല്ല, Not only that, ഹല്ലേലൂയ, പലരും ചോദിക്കും, അതെ നമുക്ക് ഇറ്റേണിറ്റിയിൽ കാര്യങ്ങളുണ്ട്, നിത്യതയിലുണ്ട്, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ നാളെ ഞാൻ നേരിടുന്ന പ്രശ്നത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? some people may ask, yes, we have eternity, but what will happen to me tomorrow? ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞ് ഞാൻ മരിച്ചിട്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പോകും, പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നത്തിനുള്ള സോൾവ് ചെയ്യാൻ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? Maybe after 10 years I will die and I will go to heaven, but what about my problem that I am facing tomorrow? പക്ഷേ ഇന്നത്തെ പ്രശ്നത്തിൽ നിന്നും നമ്മുടെ ഭൗതിക വിഷയത്തിന്റെ മേലും നമ്മുടെ ആത്മീയ വിഷയത്തിന്റെ മേലും ഉത്തരവാദിത്തമുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. But God is responsible for whatever in our spiritual and in our material life. ഹല്ലേലൂയ, ഇന്ന് വിശ്വസിക്കണം, എൻ്റെ ദൈവം കർത്താവ് ഈ ഭൂമി അഖിലകടാഹത്തെ യൂണിവേഴ്സിനെ ഓൺ ചെയ്യുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. We worship a God who rules over the whole earth. എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും നടത്തുവാൻ ദൈവം സമ്പന്നനാണ്. And he is able to meet all my needs. സ്തോത്രം. സ്വർഗ്ഗ കലവറയ്ക്കുള്ളിൽ ഇന്നും ഒരു കുറവുണ്ടായിട്ടില്ല. There is nothing short in heaven. സ്തോത്രം. ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. God is continually giving us. സ്തോത്രം. എല്ലാ ദിവസവും ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Every day God is providing for us. ദൈവം ഇങ്ങോട്ടൊന്നും എടുക്കുന്നില്ല, ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. God is not taking anything from us, he is only giving. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിശ്വാസമായി എൻ്റെ ചെറുതും വലുതും ആവശ്യങ്ങളെ എൻ്റെ ദൈവത്തിന് നടത്താൻ കഴിയും. So all my needs, my small and my big needs, God will take care of എത്ര it. വലിയ പ്രശ്നമാണ് ഇന്ന്, ശാരീരിക രോഗമായിരിക്കാം, സ്തോത്രം, ഒരുപക്ഷെ കുടുംബത്തിനകത്തുള്ള ഏതെങ്കിലും വിഷയമായിരിക്കാം, എന്ത് വിഷയമാണ്, എന്ത് പ്രശ്നമാണെങ്കിലും എൻ്റെ ദൈവം അതിനെ തീർക്കാൻ സമ്പന്നനാണ്. It might be in my physical needs, my sickness, but whatever my material needs, God is able to provide. വിളിച്ചപേക്ഷിക്കുന്നവന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു. Whoever calls upon the name of the Lord, God will help him. അതിന് ഒരു കാര്യം, ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. One reason for that is God is continuing to call us. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ പലരും കണ്ടുമുട്ടിയത്, Many people came to know God. കർത്താവ് അവരുടെ ജീവിതത്തിൻ്റെതായ മണ്ഡലങ്ങളിൽ വന്ന പല പ്രശ്നങ്ങളിൽ കർത്താവ് സൗഖ്യമാക്കിയപ്പോഴും വിടിവിച്ചപ്പോഴും അതൊരു മുഖാന്തരമായി യേശുവിനെ അറിയുവാൻ ദൈവം ഇടയാക്കി. Many people come to God through some problem that they face in their life. When they got their deliverance, they came to know the true God. സ്തോത്രം. നമുക്ക് വിടുതൽ വേണമെങ്കിൽ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാകണം. So if we want a deliverance, we have to call upon the name of the Lord. രക്ഷിക്കപ്പെടണമെങ്കിലും വിളിച്ചപേക്ഷിക്കണം. Even if we have to be saved, we have to call upon his name. വിളിച്ചപേക്ഷിക്കുന്നവന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. Whoever calls upon the name of the Lord, God will surely work for them. അപ്പോൾ വിളിച്ചപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഞാൻ ബൈബിളിലൂടെ ഒന്ന് ചിന്തിച്ചപ്പോൾ കടന്നു പോയപ്പോഴത്തേക്കും മനസ്സിലായ ചില കാര്യങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തുവാൻ ഇടയാകട്ടെ. God will reveal it to us through his word. ആമേൻ. പലതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ, Many things we might be knowing. പക്ഷേ സകലരുടെ ജീവിതത്തിന് മേലും ആമേൻ കരയുന്ന കാക്ക കുഞ്ഞിനും അതാത് സമയത്ത് വേണ്ടുന്നതിനെ കൊടുക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. Even to the young bird that cries, God provides its food. അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ കരയുന്ന കാക്ക കുഞ്ഞിനും ആമേൻ പശുവിനും ആടിനും മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും സ്വന്തം ലോകമെമ്പാടുമുള്ള 5 എല്ലാ വൻകരകളിലുള്ള സകലർക്കും മനുഷ്യർക്കും സകലർക്കും ഇന്ന് തക്ക സമയത്ത് കൊടുക്കുവാൻ കഴിയുന്ന ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. Our God, he is able to provide for every animal, every bird, even the bird, the beast, and every human being. God is able to അതുകൊണ്ട് provide. ദൈവം എന്നെ സൃഷ്ടിച്ചെങ്കിൽ എൻ്റെ ജീവിതത്തിന് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? If God has created us, God is responsible for us. ഹല്ലേലൂയ. സ്വപ്നം കാണുകയല്ല, നമ്മുടെ ജീവിതത്തിന് അനുദിനം നമ്മളെ നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. If you believe that God is able to provide for you to meet all your needs, can you praise ഏതെങ്കിലും him? മണ്ഡലത്തിൽ ഭയത്തോടെ ആയിരിക്കുന്നെങ്കിൽ വിശ്വാസമാണ്, എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും. If you are fearful about any issue in your life, can you trust in the Lord that he is able to help you? കർത്താവിനെയാണോ വിളിച്ചപേക്ഷിക്കുന്നത്, കർത്താവ് വേണ്ട സമയത്ത് വേണ്ടതിനെ തന്നിരിക്കും.
Are you calling upon the true God? He will surely help you in your time of need. ചോദ്യമണ്ഡലത്തിലായിരിക്കാം എന്ത് വിഷയമായിട്ട് അതിന്റെ മേൽ ഇന്ന് പ്രവർത്തിക്കാൻ കർത്താവിന്റെ മേൽ വിളിച്ചപേക്ഷിക്കുന്ന ജീവിതത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. Maybe in your job or in any problem that you ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാകുന്നവർക്കാണ് ദൈവം ആമേൻ പലപ്പോഴും ദൈവം ഉത്തരം കൊടുക്കുന്നത്. But only if you call upon him in the right way will God answer you. സകലരും രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants everyone to be saved. ഹല്ലേലൂയ. പക്ഷേ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. But not all are getting saved. അവിടെ 1 തിമോത്തിയോസ് 2:4 പറയുകയാണ്, 1 Timothy 4:7 says, സകലരും രക്ഷ പ്രാപിക്കുവാനും God wants all to be saved. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും He wants all to come to the knowledge of the truth. ദൈവം ആഗ്രഹിക്കുന്നു. God wants all to be saved and to come to the knowledge of the truth. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. It is God's desire. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ മനുഷ്യനെടുക്കുന്ന തീരുമാനമാണ് അതിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. But it is our wish that is going to be fulfilled. ദൈവം സകലരെയും വിളിക്കുന്നുണ്ട്. God is calling everyone. വിളി കേൾക്കുന്നവന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. Only those who hear the call of God will God help. ദൈവം വിളിക്കുമ്പോൾ തിരിച്ച് ദൈവത്തിന് മറുപടി പറയാൻ തയ്യാറായ ജീവിതത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. If God calls us, only if we respond to him will God act on our behalf. നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കും. If we respond to God's call, God will surely work for us. അല്ലെങ്കിൽ അപ്പോൾ പറയുന്നത് ആമേൻ അനേകർ എല്ലാവരും മാനസാന്തരപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനും അനേകർ ഇനിയുമുണ്ട്. അവരുടെ ജീവിതത്തിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് വേണം ഹല്ലേലൂയ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ അവസാന ദിവസങ്ങൾ കടന്നു വരുവാനുള്ളത്. In 1 Peter we read that God is not destroying the world because he wants many all others to come to repentance. സകല ആമേൻ മനുഷ്യൻ രക്ഷപ്പെടണമെന്നും രക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. We worship a God who wants all to be. My big needs, every need, God has a concern for that. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ ആമേൻ നമ്മൾ കർത്താവിന്റെ സന്നിധി നീതി രാജ്യം അന്വേഷിച്ചാൽ ബാക്കിയൊക്കെ അതിന്റെ കൂടെ പോരുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. Jesus said if we first seek his kingdom and his righteousness, everything else shall be added unto us. ഭൗതികമായി ഇന്ന് എന്ത് ചെയ്യണമെങ്കിൽ ഭൗതിക മണ്ഡലത്തിൽ നമുക്ക് ആവശ്യം കൊണ്ട് നടന്നാലേ മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകത്തുള്ളൂ. In many cases only if our material needs are met can we move forward. ദൈവരാജ്യം വിസ്തൃതമാണെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ മേൽ ആമേൻ ആവശ്യങ്ങൾ നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. Even if the kingdom of God has to be expanded, our material needs have to be met. ഹല്ലേലൂയ. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. Only if you have good health can I stand here and preach. ഹല്ലേലൂയ. ഞാൻ രോഗിയായി കിടന്നാൽ എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ കഴിയത്തില്ല. If I am in a sick bed I cannot preach. ഹല്ലേലൂയ. ആമേൻ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നടത്തുവാനുള്ളത് എനിക്കില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. If my daily needs are not met, I cannot move forward. സ്തോത്രം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ if you have to be useful for God, മറ്റുള്ള കാര്യങ്ങളും ആവശ്യമാണ്. even other things are important. ഹല്ലേലൂയ. ദൈവത്തിന് അതിനെപ്പറ്റി താല്പര്യമുണ്ട്. And God has a concern for that. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ രക്ഷയെ പറ്റിയാണ് പ്രഥമമായിട്ടുള്ള ആമേൻ ദൈവത്തിന്റെ ആമേൻ ദൈവിക പദ്ധതി. God's plan is mainly for our salvation. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. And God is continuing to call us. അനേകരെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. God is time for God to work. ദൈവം പല രീതിയിൽ മനുഷ്യനെ വിളിക്കുന്നുണ്ട്. God calls man in many ways. ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചത് കൊണ്ടാണ് പ്രിയ സിസ്റ്ററിനെ ആമേൻ ഇന്ദുമതി സിസ്റ്ററിനെ ദൈവം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നത്. It is because God called that our dear sister is here in our midst. ഒരു വ്യക്തി ഒരു ബൈബിൾ കൊടുത്തപ്പോൾ ദൈവം സംസാരിക്കുകയായിരുന്നു. Because she gave the gospel to one person, he was saved. ദൈവം നമ്മളെ ആമേൻ ഇന്ന് ഉപകരണങ്ങളായി വിളിക്കുവാൻ വേണ്ടി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. And God has chosen each one of us to call others. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ഒരു ആമേൻ ഒരു ഉപകരണമായി എനിക്ക് പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. If you are praying that God use me as a vessel to be useful ആമേൻ. for you. ബൈബിളിലുടനീളം പല രീതിയിൽ ദൈവം തന്നെ മനുഷ്യരെ വിളിക്കുന്നുണ്ട്. There are many ways in which God calls സ്വപ്നങ്ങളിലൂടെ ദൈവം മനുഷ്യനെ വിളിക്കുന്നുണ്ട്. God calls mankind through ദർശനങ്ങളിലൂടെ ദൈവം dreams. വിളിക്കുന്നുണ്ട്. Through visions God calls. വചനം വായിക്കുമ്പോൾ ദൈവം വിളിക്കുന്നുണ്ട്. Many people hear the call of God when they read the word. രീതിയിൽ ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. God is continuing to intervene in people's lives. റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാണോ ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. If you are willing to respond, God will surely work. God wants a communication with his people. Hallelujah. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളുമായി സംസാരിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. Amen. അതേ Hallelujah. സ്തോത്രം. ഈ ദിവസങ്ങളിലും നമ്മൾ കർത്താവിനോട് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കും. If you are responding to God's call, God will surely work in our lives. ഹല്ലേലൂയ. ഒരു ശൗല് Saul, ആമേൻ പഴയ നിയമത്തിലെ ശൗല് in the Old Testament, Saul, കഴുതയെ കാണാതെ പോയി. he lost his donkeys. കഴുതയെ കാണാതെ പോയതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വിളിയായിരുന്നു.
He lost his donkeys and God had a purpose for that. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, If anything has been lost in our ചിലതൊക്കെ lives, കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, if something we need to get back, ഒരുപക്ഷെ ദൈവം എന്നെ വിളിക്കുകയായിരിക്കും. maybe God is calling you that അതെന്റെ day. ജീവിതത്തിൽ ദൈവവുമായിട്ട് ഇടപെടാനുള്ള മുഖാന്തരമാണ്. That was a way and God wanted to സ്തോത്രം. speak to him. സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. ചിലതൊക്കെ കിട്ടാതിരുന്നതിനെ ഓർത്ത് അത്ര ദൈവത്തെ സ്തുതിക്കും. How many of you will thank God for something you did ചിലതൊന്നും not get? തരാത്തോർത്ത് അത്ര ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. Something you lost, how many will you thank God? ഹല്ലേലൂയ. Hallelujah. കഷ്ടപ്പെട്ടു പോയ ഒരു ആമേൻ കഴുതയെ തിരക്കി ഇറങ്ങിയത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. Saul lost his donkeys and God had a purpose for that. അതിന്റെ പിന്നിൽ അവനെ അഭിഷേകം ചെയ്യാനുള്ള ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. That was God's plan to anoint Saul. ഹല്ലേലൂയ. ദൈവം അത്രയധികം അഭിഷേകം ചെയ്തൊരു വ്യക്തി ബൈബിളിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. I don't know if there are others who God had anointed like that. ആമേൻ. ഒരു രാത്രി മുഴുവൻ അദ്ദേഹം പ്രവചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And the one whole night he was prophesying. പക്ഷെ അദ്ദേഹം പിന്നീട് Later, ദൈവത്തിന്റെ വാക്കിന് പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യാതിരുന്നപ്പോൾ but later he did not respond to God's call വീണു പോകുവാൻ തക്കമണമടയായി. and he fell. ദൈവിക വിളിയും തെരഞ്ഞെടുപ്പും ജീവിതത്തിൽ വന്നാലും Even if you have the call of God upon your life, ദൈവം പറയുന്ന പോലെ ഈ ദിവസങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ, if you are not responding to the way God ഞാൻ wants, വിശ്വസിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിന് മേൽ എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. if you respond in the right way, God's purpose will be fulfilled in your life. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകും. If you believe, can you praise God? ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, One thing special about our God, നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. God wants to communicate with us. മറ്റെല്ലാ ദൈവങ്ങളും Other gods, നമ്മൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, they only hear what we speak. നമ്മുടെ ദൈവം നമ്മളോട് ചെറിയ വിഷയത്തിന് പോലും സംസാരിക്കാൻ താല്പര്യമുള്ളതിനായി But our God responds to even the smallest prayer that we make. എന്റെ ചെറിയ വിഷയത്തിന്റെ മേൽ, Even if my smallest prayer, എന്റെ ഭാര്യയ്ക്ക് പോലും ചിലപ്പം അതിന്റെ താല്പര്യം ഉണ്ടാകണമെന്നില്ല. even my wife might not know about it. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എന്റെ വൈഫാണ്. Even my smallest desire, my wife might not be concerned about it. പക്ഷേ ഒരു ദൈവമുണ്ട്. But there is a God. എന്റെ ചെറിയ ആഗ്രഹങ്ങളും എന്റെ ചെറിയ വിഷയങ്ങളുടെ മേലും അതുപോലെ താല്പര്യമുള്ള ഒരു ദൈവത്തെ ഇന്ന് കണ്ടുമുട്ടിയതിനെ ഓർത്ത് എത്ര ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകും. But we serve a God who's concerned about even our smallest desires. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചാൽ നമ്മുടെ ആമേൻ വിളിച്ചവന്റെ വിളി കേൾക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. We worship a God who serves us. Who ഹല്ലേലൂയ. വിളിച്ചവന്റെ വിളിപ്പുറത്ത് ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. when we call upon him, he comes to help us. അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ദൈവത്തെ ആരാധിക്കുന്നത്. Those who call upon him, God will never forsake him. അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ദൈവത്തെ Those who ആരാധിക്കുന്നത്. call upon God, God will never forsake him. വിശ്വസിക്കുന്നവർ പറയണം, അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ദൈവത്തെയാണ് ഞാൻ Those ആരാധിക്കുന്നത്. who call upon God, he will never forsake them. Hallelujah. Always working 24 hours, 7 days. കാരണം നമ്മുടെ വിഷയത്തെ പറ്റി കർത്താവിന് താല്പര്യമുണ്ടെന്ന്. Because God is concerned about all the small matters of our എന്റെ ഈ life. ആയുസ്സിൽ എന്നിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്. God has a plan for what work he wants to do through me. വിശ്വസിക്കുന്ന അതോ എന്റെ മേൽ എന്റെ ജീവിതത്തിന്റെ മേലെ ദൈവിക പദ്ധതി അതുപോലെ അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ദൈവം മാത്രമേ ഉള്ളൂ. If there is someone who knows the plan upon my life, it is God. പ്രവാചകന്മാർക്ക് പരിമിതി ഉള്ളപ്പോൾ പരിമിതിയില്ലാതെ എന്റെ ഭാവിയെ അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ദൈവമാണ്. If the prophets, they have limitation about knowing our future, but God knows our future completely. Hallelujah. He is the beginning and തുടക്കവും ഒടുക്കവും ആദിയും ആമേൻ അന്തവും ദൈവം തന്നെയാണ്. He is the beginning and the end, the Alpha and the Omega. എന്നിൽ തുടങ്ങിയ പ്രവൃത്തിയെ എന്റെ ദൈവം പൂർത്തീകരിക്കുന്നു. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? How many of you believe that the good work that he started, he will complete it? ആ ദൈവം ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിന് മേൽ പ്രവർത്തിക്കും. That God will work for me. ആമേൻ. അപ്പോൾ ദൈവം ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ, When Adam and Eve were in the Garden of Eden, അവര് തെറ്റ് ചെയ്തെന്ന് നമുക്കറിയാം. അവര് അനുസരണക്കേട് കാണിച്ചു. they disobeyed God. അവിടെ തിരുവചനം പറയുന്നു, Word of God says, ദൈവം എല്ലാ ദിവസവും അവരെ വന്ന് കാണാറുണ്ടായിരുന്നു. every day God used to walk with them. ദൈവം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. He used to commune with them. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവം എല്ലാ ദിവസവും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. So we serve the same God who wants to communicate with us on a daily basis. അവർ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ദൈവം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. Even when they ran away from God, what was coming to them? നമ്മൾ ഈ ഹോളിനകത്തായിരിക്കുന്നത് ദൈവവുമായിട്ട് ഫെലോഷിപ്പ് ചെയ്യാനാണ്.
We are in the salt to fellowship with God. നമ്മൾ തമ്മിലുള്ള ഫെലോഷിപ്പ് മാത്രമല്ല, ദൈവവുമായിട്ടൊരു ഫെലോഷിപ്പ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. God wants us to fellowship with Him. അല്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. It is continually going on. അതെ, അപ്പോൾ അവര് ദൈവസന്നിധിയിൽ നിന്ന് അവര് നഗ്നരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഓടിപ്പോവുകയാണ്. When they came to know that they were naked, they ran away from God. അവർ ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. They said, we cannot stand before God. ആമേൻ. നമുക്ക് അതിലേക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പലതും. It is something we know പക്ഷേ already. ഇതിനകത്ത് വിഷയം അതല്ല. But the subject is, അല്ലെ, അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ, അവർ ദൈവം അവരുടെ അടുക്കൽ ഇറങ്ങി വരുമ്പോൾ, even when they are trying to run away from God, God is coming to them. ഞാൻ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. I was thinking in a different way. ഇവര് ദൈവത്തോടൊന്ന് വിളിച്ചപേക്ഷിച്ചാൽ മതിയായിരുന്നു, കർത്താവേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. I was thinking if they had told God, they had repented and told God, we made a mistake. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയി കർത്താവേ എന്നൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, If they told God, we made a mistake. അത് എവിടെ എന്ത് സംഭവിക്കുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ആമേൻ, ചിലപ്പോൾ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. But I believe something else could have taken place. ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Hallelujah. സ്തോത്രം. ഏത് സമയത്തും മടങ്ങി വന്നാൽ നമ്മളെ കാര്യങ്ങളിൽ വാരി പിടിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. Even if we have turned away from God, if we come back to Him, God will surely receive us. ഹല്ലേലൂയ. അപ്പോൾ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഓടിപ്പോയപ്പോൾ ദൈവം അവരെ മടക്കി വിളിക്കുകയാണ്. Even when they ran away from God, God is calling them back. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ അവർ വിളിച്ചപേക്ഷിച്ചിരുന്നു എങ്കിൽ, if they had called upon the God, അവരെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, if they had told God, we made a mistake, ദൈവം അതിന്റെ മേലുള്ള റെസ്പോൺസിന് വ്യത്യാസമുണ്ടായിരുന്നേ. the response towards them from God could have been different. സ്വതം ആദം പറഞ്ഞു, Adam said, എന്റെ കുഴപ്പമല്ല, it is not my problem, എന്റെ ഭാര്യയുടെ കുഴപ്പമാണ്, it is my wife's fault. അതുവരേക്കും Till then, മാനും വുമനുമായിരുന്നു. it was man and woman. ആമേൻ. നമുക്ക് പലർക്കും അറിയാം, മാനും വുമനുമായിരുന്നു. നീ ആമേൻ ശരീരത്തിന്റെ ഭാഗമായിരുന്നു. They were part of each other. പക്ഷേ ഈ പ്രശ്നം കഴിഞ്ഞപ്പോഴാണ് ആദവും ഹവ്വായും ആയത്. But it is after this problem that they became Adam and Eve. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഹവ്വായോട് ചോദിച്ചു, നീ എന്തിനാ പറിച്ചതെന്ന് ചോദിച്ചു. God asked Eve, why did you take that fruit? ഹവ്വ പറഞ്ഞു, ദേ നിൽക്കുന്ന പാമ്പാന്ന് പറഞ്ഞു. And Eve blamed on the serpent. സ്തോത്രം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങി. And they started blaming each other. ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങി. They started rebelling against God. എന്റെ കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി, ഇനി പറ്റത്തില്ലെന്നൊന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, കാര്യത്തിന് വ്യത്യാസം വന്നേനെ. If they had told God, forgive us, we made a mistake, we disobeyed you. പക്ഷെ ദൈവം അവിടെ ഒരു യാഗമൃഗത്തെ യാഗത്തെ കഴിച്ചു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് ചിലർ പറയുന്നത്. Word of God says that God had already sacrificed an animal. ആമേൻ. അവർക്കൊരു വസ്ത്രത്തെ ധരിപ്പിച്ചു. And God gave them fig leaves to cover themselves. സ്തോത്രം. അവിടെ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ, when they were covered with the fig leaves, ദൈവിക പദ്ധതി അവരെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. God's plan was to bring them back to God. സ്തോത്രം. ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു. God wanted to bring them back to communication with ദൈവവുമായിട്ട് God. യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു. God wanted to restore the relationship with നിത്യരക്ഷയുടെ Him, അവകാശിയായി തീരുവാൻ വേണ്ടിയായിരുന്നു. to make them partakers of eternity. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് ദൈവസന്നിധിയിൽ അവരെ ഒരിക്കലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതായിട്ട് അവിടെ കണ്ടിട്ടില്ല. പിന്നെ We don't see them again calling upon God after that. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയെന്ന് പറയാൻ തയ്യാറാകുന്നതാണ് ഫസ്റ്റ് സൈൻ ഓഫ് റിപ്പന്റൻസ്. Repentance means telling God, I made a mistake, I want to come back. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന്റെ അർത്ഥത്തിന്റെ ഒന്ന്, ആമേൻ, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ദൈവത്തോട് പറയാൻ തയ്യാറാകുന്നതാണ്. Sign of repentance or calling upon God is telling Him, God, I made a mistake, I want to come back. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ, in the presence of God, ആമേൻ, ദൈവത്തെ അവർ അവർ റിപ്പന്റൻസിന് തയ്യാറായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I believe that they were not willing to repent. പക്ഷേ ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിച്ച ദൈവം, but God wanted to bring them back to രണ്ടാം relationship with ആദാമായി കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. Jesus came down as a second Adam to bring them back to God. അതെ, അവിടെ ദൈവം യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ, if you receive Jesus in your life, in your heart as your Lord and Savior, അവരെ ദൈവമക്കളാക്കി ദൈവം തീർക്കുകയാണ്. God will give them right to be called children of God. അതിന്റെ തൊട്ടുമുമ്പുള്ള ഒരു വാക്യം വായിക്കാവോ? അതേ വചനത്തിനകത്ത് റോമർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചു. രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ഹൃദയത്തിൽ നീതിക്കായി വിശ്വസിക്കുകയും ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ എന്ത് പറ്റും? അവൻ രക്ഷപ്പെടുകയല്ല, അവൻ രക്ഷിക്കപ്പെടും.
ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തുവിനെ അകത്ത് സ്വീകരിച്ചവനെ ദൈവ മക്കൾ എന്ന അധികാരത്തിലേക്ക് ദൈവം മടക്കിക്കൊണ്ടിരിക്കുകയാണ്. When you receive Jesus into your heart as your Lord, he makes you a child of God. അപ്പോൾ ഈ ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. God is allowing you to communicate with him. God will speak to you through the Son Jesus Christ. യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചാൽ God can communicate to you. If you receive God into your life, he will communicate with you. Hallelujah. 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 യേശുവിനെ ഉള്ളിൽ കിട്ടിയവരൊക്കെ എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യും. How many of you have received Jesus into your heart? Can you ഹല്ലേലൂയ. ഞാൻ praise God? വിളിച്ചപേക്ഷിക്കുക എന്റെ ദൈവം കേൾക്കും, കാരണം കർത്താവ് എന്റെ അകത്തുണ്ട്. Hallelujah. If you call upon his name, he will hear you because he is കർത്താവിന്റെ inside you. നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. Those who call upon the name of the Lord shall be saved. എനിക്ക് വേണ്ടി ഒരു യാഗമായി യേശു തീർന്നുവെങ്കിൽ, If Jesus become a sacrifice for ക്രൂശിൽ me, അവൻ രക്തം ചൊരിഞ്ഞുവെങ്കിൽ, if he shed his blood on the cross, മനുഷ്യനും ദൈവത്തിനും മധ്യസ്ഥനായി ഏക മധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു ആമേൻ എനിക്ക് വേണ്ടി തീർന്നുവെങ്കിൽ, if Jesus became the mediator between God and man, ഞാനും ദൈവവും തമ്മിലുള്ള ശത്രുതയെ നീക്കുവാന്റെ അവൻ ഉണ്ടായിരുന്ന നടുച്ചുവറിനെ യേശു ഇടിച്ചു മാറ്റിയെങ്കിൽ, he broke down the middle wall of separation. ശരീരത്തിൽ ചെയ്ത പാപത്തിന് സ്വന്തം ശരീരത്തിൽ ദൈവം തന്നെയായി ഇറങ്ങി വന്ന് ആ പാപത്തെ ശരീരത്തിലേക്ക് ചുമന്നൊഴിക്കുമ്പോൾ, For all the sins that we have committed, Jesus came down and he he bore our was sins. creating a communication with you and God. ഞാനും ദൈവവുമായിട്ട് കരം കോർക്കുവാൻ വേണ്ടി എന്റെ നടുവിൽ നിന്ന് നടുച്ചുവറിനെ യേശു ഇടിച്ചു കളഞ്ഞു. Jesus broke down the middle of wall of separations for him to communicate with us. ഹല്ലേലൂയ. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു സഹബത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത്. God is bringing us to reconciliation with him. ആമേൻ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നവൻ ലഭിക്കുമെന്ന് പറയാനുള്ള കാരണം അതാണ്. The reason we say that if we ask in Jesus' name, we receive. എന്റെ പേര് ചോദിച്ചാൽ കിട്ടത്തില്ല. If I ask in my name, I won't receive. സ്തോത്രം. പുണ്യാളച്ചന്റെ പേര് ചോദിച്ചാൽ കിട്ടത്തില്ല, ദൈവം തരത്തില്ല. If you ask in a saint's name, you will not receive. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നവന്റെ ജീവിതത്തിന് മേൽ ദൈവത്തിന് ഉത്തരവാദിത്തമുണ്ട്. If you ask in Jesus' name, God is responsible to answer him. കാരണം he died for me. എനിക്ക് വേണ്ടി മരിച്ച ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. If anyone died for me, it is only Jesus. പുണ്യാഹ രക്തം ആമേൻ ആരെങ്കിലും ഒഴുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. If anyone has shed innocent pure blood, it is Jesus. ഹല്ലേലൂയ. ആ നാമത്തിൽ വിശ്വസിക്കുന്നവനെ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. If you call upon his name, he will never be ashamed. എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ലജ്ജിതനായി തീരാൻ ദൈവം സമ്മതിക്കത്തില്ല. God will not ഞാൻ put me to shame. ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ Hallelujah. വിശ്വസിക്കുന്നു എന്നെ ലജ്ജിപ്പാൻ ദൈവം God will സമ്മതിക്കത്തില്ല. not allow me to be put to shame. ലജ്ജിച്ചു പോകത്തില്ല. He will not be put to shame. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. ആമേൻ. അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ആദാമിന്റെ സന്തതി പരമ്പരയിൽ ആമേൻ ഷേത്ത് ജനിക്കുമ്പോൾ അവിടെ ഷേത്ത് ജനിക്കുമ്പോഴും ദൈവത്തെ ആമേൻ അതുവരേക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. Till Seth was born after Adam, nobody called upon the Lord. ദൈവത്തിന്റെ സാന്നിധ്യം അത്ര ശക്തമായ ആ കാലഘട്ടങ്ങൾ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe God's presence was there during that time. സ്തോത്രം. കാലാകാലങ്ങളായപ്പോൾ പാപം പെരുകിയപ്പോൾ ദൈവ സാന്നിധ്യം മാറിപ്പോയി. After sin was spread, the presence of God left. ഒരു അനുസരണക്കേട് വന്നു. There was a disobedience. സ്തോത്രം. അതിനുശേഷം കൊലപാതകം നടന്നു. After that, a murder took place. പിന്നെ പാപം പെരുകാൻ തുടങ്ങി. And sin began to spread. ദൈവ സാന്നിധ്യം മാറിപ്പോകാൻ തുടങ്ങി. And presence of God left പക്ഷേ them. അപ്പോഴും ദൈവം ആഗ്രഹിച്ചു എന്റെ മക്കളുമായിട്ട് എനിക്ക് സംസാരിക്കണം. But even then, God wanted to fellowship with his children. അവര് ദൈവത്തെ കൈവിട്ടെങ്കിലും ദൈവത്തിന് അവരെ കൈവിടാൻ കഴിഞ്ഞില്ല. Even if they forsook God, God could not forsake them. നമ്മൾ ദൈവത്തെ കൈവിട്ടിട്ട് പോയിട്ട് നമ്മളെ കൈവിടാതെ എന്റെ പിന്നാലെ വന്ന ഹല്ലേലൂയ നിധിയായ ദൈവത്തിനായി ഹല്ലേലൂയ അത്രയധികം എന്നെ സ്നേഹിച്ച ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുമ്പോൾ എനിക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. When you know what God did for you, you cannot simply sit like that. ഹല്ലേലൂയ. Amen. സ്തോത്രം. അവര് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായില്ല. They were not willing to ready to call upon him. പക്ഷേ ഈ ജനസിസ് 4:26 വായിക്കാവോ? Genesis 6:26. 4. ഷേത്തിന് ഒരു മകൻ ജനിച്ചു. A son was born to Sheth. അവന് എനോശ് എന്ന് പേരിട്ടു. He was called Enosh. ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി.
And that time worship of the Lord began. ഹല്ലേലൂയ. അന്ന് വരെ ആരാധന ഉണ്ടായിരുന്നു. Till then there was no worship. ശേത്തിന്റെ സമയത്ത് ആരാധന തുടങ്ങിയത്. It is at the time of Seth that worship began. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാൻ പറ്റുമോ? Genesis 6. സ്തോത്രം. ഈ ആരാധന എന്താണെന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. Yes. അന്ന് മനുഷ്യൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. Men began to call upon the name Men of the began Lord. to call upon the name of the Lord. ഇന്ന് ദൈവിക ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. Hallelujah. When we call upon the name of the Lord, it is worship. ആമേൻ. അത് ദൈവത്തിനെ വിളിക്കുന്നത് ഒന്ന് നമ്മുടെ റിപ്പന്റൻസ് കൂടാണെങ്കിൽ, If we call upon God because of our true repentance, എപ്പോഴൊക്കെ തെറ്റുപറ്റിപ്പോയാലും, even if we go wrong, എപ്പോഴൊക്കെ കുറവുകളുണ്ടെങ്കിലും, even if there is weakness, ഞാനിപ്പോ സംസാരിക്കും എന്റെ വാക്കിനകത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, even if there is a mistake in what I say, ഞാൻ എന്റെ ദൈവത്തോട് ഏറ്റുപറയുന്ന ഒരു റിപ്പന്റൻസ് ആണ്. if I confess it before God, it is repentance. അത് ഞാൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നതാണ്. It is calling upon Him. അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവനോട് ദൈവം സംസാരിച്ചിരിക്കും. And those who call upon Him in that way, God will surely answer. നമ്മുടെ തമാശ കേൾക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. God does not want to listen to our jokes. സമയം കളയാൻ നമ്മൾ കൂടെ നടക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. God does not want to waste His time. ദൈവം ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവനാണ്. God speaks to hearts. ആമേൻ. God speaks from heart to heart. Hallelujah. മനുഷ്യൻ വാക്കുകൊണ്ട് സംസാരിക്കുമ്പോൾ God speaks from the heart. Hallelujah. ഹല്ലേലൂയ. Amen. തിരിച്ചറിയുന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തരാം. Hallelujah. സ്തോത്രം. ഹല്ലേലൂയ. ജസ്റ്റ് ബിലീവ്. ഇന്ന് എത്ര പേരെന്ന് വിശ്വസിക്കും എൻ്റെ വിഷയത്തിന് എൻ്റെ ദൈവത്തിന് താല്പര്യമുണ്ട്? സ്തോത്രം. ഞാൻ തകർന്നു പോകാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഞാൻ രക്ഷപ്പെടാൻ തന്നെയാണ്, ഞാൻ രക്ഷിക്കപ്പെടാൻ തന്നെയാണ്. എൻ്റെ ആവശ്യങ്ങളിൽ എൻ്റെ ദൈവത്തിന് താല്പര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസം പറയാം. സാധാരണ ശത്രുവേ ഹാല് എൻ്റെ ദൈവം എന്നെ മറന്നുപോയെന്ന് പറഞ്ഞാലും ഇന്ന് വിശ്വാസം പറയാം, എൻ്റെ ദൈവം മറക്കത്തില്ല, എൻ്റെ ദൈവം ഓർക്കുന്ന ദൈവമാണ്. God will not forget me, He will not forsake me, He will remember me. Hallelujah. Hallelujah. വിശ്വാസം ഇന്ന് പകലൊന്ന് വർദ്ധിക്കട്ടെ. Let faith arise. സാത്താൻ നുണയനാണ്. Satan is a liar. നുണയൻ മാത്രമല്ല, നുണയന്റെ അപ്പനുമാണ്. He's the father of liars. വാ തുറന്ന നുണയെ പറയത്തുള്ളൂ. If he opens his mouth, he only speaks lies. സത്യം പറയുന്ന ഒരുവരാണെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ. If someone speaks the truth, it is only God. ദൈവം എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കാം. Whatever God says, we can close our eyes and believe. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ്. Hallelujah. If we worship God, it is like calling upon Him. ദൈവത്തെ ആരാധിക്കുന്നവനെ ദൈവം കൈവിടത്തില്ല. Those who worship God, God will never leave. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവന്റെ വിളിയെ ദൈവം കേട്ടിരിക്കും. If we call upon Him in spirit and truth, God will surely listen to Him. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. If we believe Him, ദൈവത്തെ ആരാധിക്കുക. God will come to us in the midst of our worship. ഇതൊരു ചടങ്ങല്ല. This is എല്ലാ ഞായറാഴ്ചയും അതിന്റെ പുസ്തകം എടുത്ത് വായിച്ചിട്ട് കുറെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ല ആരാധന. It is not just reading some book and singing songs. ദൈവത്തെ ഹൃദയത്തിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുന്ന ആരാധന. It is calling upon God from the heart. എത്ര പേര് ആരാധനയ്ക്ക് വേണ്ടി ഒന്ന് തയ്യാറെടുക്കും? How many of you are ready to worship God? ആരാധിച്ച പോലെ അല്ല കർത്താവേ, ഒരു യഥാർത്ഥ ആരാധനയിലേക്ക് എന്നെ ഒന്ന് നയിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് ഏൽപ്പിക്കുക. ആരാധനയ്ക്കുള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ബൈബിൾ ഉടനീളം വെളിപ്പെട്ടിട്ടുണ്ട്. How many of you will pray to God, God, I want to really worship, not the way I worshiped before. We bless you, Jesus. We bless you, Lord. Oh, ദൈവത്തെ എത്ര പേര് സ്തോത്രം ചെയ്യും? ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. Come on, come on, children of God. ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങുക. ദൈവത്തെ വാദനൊന്ന് സ്തുതിക്കാൻ തുടങ്ങുക. എന്റെ പ്രശ്നത്തെ ഓർത്തല്ല ഞാൻ സ്തുതിക്കുന്നത്. എന്റെ പ്രശ്നത്തെ ഞാൻ മറുതലിക്കുകയല്ല. എനിക്ക് എന്നെ ന്യായീകരിക്കുകയല്ല. I am not living in a self righteousness. എന്റെ സ്വയം നീതിയിലല്ല. അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ഞാൻ ജീവിക്കുന്നത് എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഏറ്റുപറയാൻ തയ്യാറാകുന്നവന് വിളിയെ എന്റെ സ്വർഗം കേൾക്കാം. If you made a mistake, if you repent of it, God will surely listen. If you call upon Him, He is near you. Hallelujah. വിളിച്ചപേക്ഷിക്കുന്ന അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ ആരാധിക്കുന്നു. If you call upon Him, He surely come down. ബൈബിളിൽ ഉടനീളം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. We see many places in the Bible. വിളിച്ചപേക്ഷ ഭർത്തമായുടെ അടുക്കലേക്ക് മടങ്ങി വരുന്ന യേശുവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. We know about Bartimaeus. He called upon Jesus and he came to Him. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അനേകരുണ്ടായിരുന്നു, പക്ഷെ അവരാരും വിളിച്ചില്ല.
There were many blind men, but they didn't call upon പലരും Jesus. കയറി മാത്തമാടെ മാവയെ കറിച്ച് പിടിച്ചാണ് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാണ്. Many might have rebuked him for shouting. പക്ഷെ ഭർത്തമായി പറഞ്ഞു ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. Bartimaeus continued to call ഞാൻ upon എന്റെ Jesus. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. Bartimaeus continued to call upon കാരണം എനിക്ക് Jesus. വിശ്വാസമുണ്ട് എന്റെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. If I believe God will surely യേശു heal me. തൊട്ടാൽ സൗഖ്യമെന്നവർ വിശ്വസിക്കുന്നതിനകത്ത് How many of you believe that Jesus യേശു touches you will be ജീവിക്കുന്നെന്നവർ healed? വിശ്വസിക്കുന്നുണ്ട്. How many of you believe that Jesus is alive? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വിശ്വാസമാണ് കർത്താവേ എന്റെ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവം ഒന്ന് ഇറങ്ങി വരണമേ എന്ന് ഹൃദയം നുറുങ്ങി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. With a broken heart, will you tell God, God, come into my problem? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്. That is what Jesus prayed. ആമേൻ. കർത്താവേ സ്വതം ഞാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ കാര്യം നടത്തി തന്നെ അല്ല കഴിഞ്ഞിരിക്കുന്നത്. ആമേൻ. ഇങ്ങനെ ചുമ്മാ പ്രാർത്ഥിച്ചല്ല, കർത്താവ് ഉറച്ച നിലവിളിയോടെ. Hallelujah. It's not a silent prayer. Jesus cried out with vehement cries. ഹല്ലേലൂയ. ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ കർത്താവ് പ്രാർത്ഥിച്ചത്. Jesus cried out with tears and vehement cries. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം ഇറങ്ങിയിരിക്കുക. If you pray like that, God will surely come down. ചടങ്ങാണെങ്കിൽ ദൈവം വിളി കേൾക്കത്തില്ല. Hallelujah. ചടങ്ങുള്ള ആരാധനയെ ദൈവം വെളിപ്പെടത്തില്ല. God will not come in a religious way. ആരാധനയിൽ ദൈവം വെളിപ്പെടത്തില്ല. God will not come in a religious way. ഹല്ലേലൂയ. Hallelujah. സത്യ നമസ്കാരികളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. God is looking for true worshippers. ആമേൻ. സമറിയക്കാരിയോട് കർത്താവ് സംസാരിക്കുമ്പോൾ When Jesus spoke to the Samaritan woman, അവളുടെ ജീവിതത്തിന്റെ പാപം നിറഞ്ഞ ജീവിതത്തിനകത്ത് അവൾ ആയിരിക്കുമ്പോൾ, when she was living a sinful life, ആമേൻ, അവിടെ അവൾ കടന്നു വന്നതും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതും ആമേൻ അതൊരു ആകസ്മിക സംഭവമല്ല. it is not accidental that she came to see അതൊരു the Lord. ദൈവത്തിന്റെ വിളിയായിരുന്നു. ദൈവം അവളെ വിളിക്കുകയായിരുന്നു. God was calling her. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയാക്കിയത് ആമേൻ സ്തോത്രം ചിലരെ കർത്താവ് നമ്മുടെ അടുക്കൽ കൂട്ടിവരുത്തും. If God wants to call us, He will send some people into our lives. യോഹന്നാന്റെ സുവിശേഷം 4:4 പറഞ്ഞിരിക്കുന്നത്, John 4:4 says, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. he had to pass through Samaria. ഹല്ലേലൂയ. ഒരു വിഷയമുണ്ടെങ്കിൽ ശമരിയയിൽ അപ്പുറത്തുള്ള പോണ്ട് യേശുവിനെ റാന്നി കൂടെ വേണമെങ്കിൽ കർത്താവ് കൊണ്ടുവരും. Hallelujah. മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. Hallelujah. കോട്ടയത്തോടെ പോകുമ്പോൾ ഹല്ലേലൂയ കാഞ്ഞിരപ്പള്ളിയിൽ വിഷയമുണ്ടെങ്കിൽ കർത്താവ് അതിലൂടെ കടന്നു പോകേണ്ട ദൈവം ഇടയാക്കും. കാരണം അതിനകത്ത് ഒരുത്തം വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് കർത്താവ് അങ്ങോട്ടേ പോകത്തുള്ളൂ. Hallelujah. If you're facing some problem, God will surely come to you. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ കർത്താവായ യേശുക്രിസ്തു ഒരു ബർത്തമായി വിളിക്കുമ്പോൾ കർത്താവ് മുന്നോട്ട് പോകുന്ന കർത്താവ് തിരികെ വരികയാണ്. When Jesus was walking, when Bartimaeus called him, Jesus turned on back. കാരണം കണ്ണീരിന് മുമ്പിൽ കർത്താവ് ഇന്ന് വരെ കണ്ണീരിനെ ചവിട്ടിക്കൊണ്ട് പോയിട്ടില്ല. Because Jesus cannot stamp upon tears and walk away. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവനെ നീതിയോടെ തന്നെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. If you call upon Him in truth, He will surely work You for your have to call upon righteousness. him in truth. Hallelujah. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അതിലൂടെ പോകാതിരിക്കാൻ കഴിയത്തില്ല. If you call upon in truth, God will surely come to you. ഈ And ഒരു സ്ത്രീ ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു അകത്ത്. this woman was seeking God from the inside. അകത്ത് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവന്റെ അകമേ കാണുന്ന ദൈവമുണ്ട്. If you're seeking God on the inside, God sees that. ദൈവത്തെ ടെസ്റ്റ് ചെയ്യാൻ വന്നവന്റെ അടുക്കൽ ദൈവം വരത്തില്ല. God does not come to anyone who wants to test Him. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നുവെങ്കിൽ നീ അവനെ കണ്ടെത്തിയിരിക്കുന്നു. അതിരുവചനം പറഞ്ഞിരിക്കുന്നത്. If you seek God with all your heart, you will find Him. ആമേൻ. അപ്പോൾ അവിടെ ശമരിയയിലൂടെ കർത്താവ് യേശുക്രിസ്തു പോകുമ്പോൾ ആമേൻ അവിടെ കർത്താവ് ഒറ്റയ്ക്കാകുന്ന ഒരു അനുഭവം അവിടെ വന്നു. ശിഷ്യന്മാർ ഭക്ഷണത്തിന് വേണ്ടി പോകുവാനിടയായി. When Jesus was passing through Samaria, his disciples had gone to buy food, and Jesus came to meet this woman. കാരണം ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന് ഈ വ്യക്തിയോട് വ്യക്തിപരമായി സംസാരിക്കാൻ കഴിയത്തില്ലായിരുന്നു. If the disciples were with him, he could not have spoken personally to this woman. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള സംസാരത്തെ നമുക്ക് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. We read about that in John 4. ആർക്കെങ്കിലും സുവിശേഷം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ If anyone wants to speak the gospel, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിച്ചാൽ മതി. you can read John 4. സ്തോത്രം. അതൊന്ന് ആമേൻ അത് ധ്യാനിച്ചാൽ അതിനകത്ത് എങ്ങനെ ഒരാളുടെ സുവിശേഷം പറയണമെന്നതിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. If you meditate on that, you will learn how to speak the gospel to a person. സ്തോത്രം. കർത്താവ് ഏറ്റവും നല്ല ഗോസ്പൽ പ്രീച്ചറാണ്. Jesus was a greatest gospel preacher. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് സ്പെൽ. Gospel means go and speak. സ്തോത്രം. ഇരിക്കുന്നതല്ല, പോയി പ്രസംഗിക്കണം. Hallelujah. ഹല്ലേലൂയ.
സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞ ലോകത്തിൽ എല്ലായിടത്തും ഞാൻ നിങ്ങളെ അയക്കും. It's God. നിങ്ങൾ പോകണം. You should go and പോകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇതിനകത്ത്? how many of you are willing to go and preach the gospel? താല്പര്യമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. God will call you. Hallelujah. God will call you for a ministry these days. അതിനകത്ത് സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ഇതിനകത്ത് ഇരിക്കാനല്ല. ഹല്ലേലൂയ. അനേകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അനേകർ രക്ഷയില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ഹൃദയത്തിൽ ആമേൻ ഒരു ഹല്ലേലൂയ ഒരു കരച്ചിലുള്ള ദൈവമക്കള്, ഹല്ലേലൂയ, ഞാൻ ഏറ്റവും കൂടുതൽ കരയുന്നത് ആത്മാക്കളെ പറ്റി ഓർക്കുമ്പോഴാണ്. When many souls are being lost, how many of you have a passion to go and preach the gospel? നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല മനുഷ്യൻ, ഞാൻ നല്ല മനുഷ്യനായിട്ടൊന്നും അല്ല ഞാൻ കരയുന്നത്. Hallelujah. അകത്ത് പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം ഒരു പ്രവൃത്തി ഉള്ളതുകൊണ്ടാണ്. It is only because the Holy Spirit works on എനിക്കാരെ the inside. സ്നേഹിക്കാൻ കഴിയില്ല. I cannot love anyone. സ്തോത്രം. പക്ഷെ ദൈവസ്നേഹം ഉള്ളിലുള്ളവൻ ആത്മാക്കളെ പറ്റി ഓർക്കുമ്പോൾ അകത്തളങ്ങളിൽ ഒരു കരച്ചിൽ വരും. If you have the love of Christ, when you think about lost souls, എനിക്കും അറിയത്തില്ല എന്തിനാണ്, പക്ഷെ എനിക്കറിയാം അകത്ത്. ആമേൻ. That means there is a calling upon your life. we don't know why, but if you have a thirst for lost souls, that means the call of God is on your life. Hallelujah. ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? How many of you know that souls are lost, being lost? ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എന്ന് ഏൽപ്പിച്ചിട്ട് പറയാൻ, കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ വിളി ഈ ദിവസങ്ങളിൽ ആമേൻ കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദമായി മാറുവാൻ, ദൈവത്തിന്റെ ഒരു മൈക്രോഫോണായി മാറുവാൻ, അനേകരെ ഈ ദിവസങ്ങളിൽ എന്നിലൂടെ വിളിക്കപ്പെടുവാൻ. Hallelujah. How many of you will pray, Lord, I want to be used by you to speak your word to others? Hallelujah. സ്തോത്രം. ലോകത്തിന്റെ ആമേൻ ജെറുസലേമിൽ മാത്രമല്ല, ജെറുസലേമിൽ തുടങ്ങി സമറിയ അല്ലേ? ജൂഡയ, സമറിയ. ജൂഡയ, യെരൂശലേം എന്ന് പറഞ്ഞാൽ അത് വീടിനകത്ത് നമ്മുടെ ദേശത്ത് തന്നെ നമ്മളെ കർത്താവ് ആദ്യം ഉപയോഗിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കർത്താവ് ആമേൻ അവിടെ സമറിയായാലും യൂദയായാലും ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിന് നമ്മളെ സാക്ഷികളാക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരിലൂടെ ആഗ്രഹിച്ചു. God wanted his disciples to be witnesses not only in Jerusalem but in Judea, Samaria and to the ends of the earth. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ജീവിതത്തിന് മേൽ ദൈവിക വിളി കിടപ്പുണ്ടായിരുന്നു. So there was a call of God upon this woman's life. ആമേൻ. അവരെ കർത്താവ് സംസാരിക്കുമ്പോൾ, when Jesus was speaking, കർത്താവായ യേശുക്രിസ്തു അവളുടെ ജീവിതത്തിൻ്റെതായ തലങ്ങളെ ആർക്കും അറിയാൻ കഴിയാത്ത രഹസ്യ പാപങ്ങളെ യേശു വെളിപ്പെടുത്തി. Jesus revealed certain secret sins in her life. ആമേൻ. അത് പറഞ്ഞപ്പോൾ അവൾ ന്യായീകരിച്ചില്ല. And she did not justify. അവൾ ഞാൻ വിശ്വസിക്കുന്നു അവൾ റിപ്പന്റ് ചെയ്തിട്ടുണ്ട്. I believe she repented when Jesus pointed out. അല്ലെങ്കിൽ അവൾ യേശുവുമായിട്ട് പിന്നെ യേശു അവളുടെ കൂടെ മറക്കത്തില്ല. Otherwise she would not have spoken about Jesus. യേശു അവളോട് പറഞ്ഞൊരു കാര്യം പറയാനാണ് വന്നത്. പക്ഷേ ആമേൻ മറ്റു ചില കാര്യങ്ങൾ സംസാരിച്ചുവെങ്കിലും അതിനകത്ത് യേശു പറയുന്നുണ്ട്, 4:21 പറയുന്നുണ്ട്, നിങ്ങൾ യഹൂദന്മാർ ജെറൂസലേമിൽ ആരാധിക്കുമ്പോൾ ഞങ്ങൾ സമരിയക്കാർ ഞങ്ങൾ മലയിൽ ആരാധിക്കുന്നവരാണ്. Hallelujah. She says when you Jews worship on the mountain, we worship in Jerusalem. ആമേൻ. അപ്പോൾ യേശു പറഞ്ഞു, മലയിലുമല്ല ജെറൂസലേമിലുമല്ല ഒരു മലയിലുമല്ല ഒരു കെട്ടിടത്തിനകത്തുമല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. Jesus said the hour is coming when you shall neither worship on this mountain or in Jerusalem, but you should worship the Father in spirit and truth. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനാണ്. Those who worship in spirit and truth are those who call upon him. നമ്മൾ പറഞ്ഞ പോലെ വിളിക്കുന്നവന്റെ വിളിക്കപ്പുറത്ത് ഇറങ്ങി വരുന്ന ദൈവം ഉണ്ടെങ്കിൽ അത് ആരാധനയ്ക്കകത്താ. When we call upon him, he comes down, it is through worship. Hallelujah. Stotram. Hallelujah. നമ്മൾ ദൈവത്തിന് പരിമിതികൾ ഇടുമ്പോൾ പരിമിതികളില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നതെന്ന് മറന്നു പോകരുത്. We worship God without limitations. Hallelujah. ഇന്ന് നമുക്ക് പരിമിതികളുണ്ട്, ദൈവത്തിന് പരിമിതികളില്ല. Even if we have limitations, God has no limitations. ആമേൻ. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ 430 വർഷത്തെ പ്രവാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ, when God brought the Israelites out of Egypt after ദൈവം ഒരു മോശയെ ഫറവോന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ, when God brought Moses before Pharaoh, ഫറവോന്റെ മുഖത്ത് നോക്കി മോശ പറയുന്നത്, Moses is telling Pharaoh, ഞങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. He didn't tell there is a place of land and honey, milk and honey. ആമേൻ. മോശ പറഞ്ഞത്, എൻ്റെ ജനത്തെ
ആരാധിക്കാൻ വിട്ടയക്കണം. He said, let my people go that they may എന്റെ worship ജനത്തെ me. എന്താണ് ആരാധിക്കാൻ വിട്ടയക്കണം. വിട്ടയക്കാൻ പൈശാചി നമ്മളെ സമ്മതിക്കുന്നില്ല. Hallelujah. സ്തോത്രം. ആരാധിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. God doesn't want to send his people to go and worship. അങ്ങനെയാണെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും ആരാധനയ്ക്കകത്തുനിന്ന് മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കും. Satan tries to keep people away from worship. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ചടങ്ങ് ആരാധനകളല്ല, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയിൽ ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കും. Not in a religious way, but if you worship in spirit and truth, God will surely come. അതിനകത്ത് ആത്മാക്കൾ രക്ഷിക്കപ്പെടും. In that, souls will be saved. അതിനകത്ത് രോഗി സൗഖ്യമാകും. Sick will be healed. അതിനകത്ത് പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. God will answer prayers. ചില ദൈവശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. God will raise up mighty men. പരിശുദ്ധാത്മാവിനെ ദൈവം പകരും. God will send us Holy Spirit. വിളിച്ചപേക്ഷിക്കുന്നതിന്മേൽ തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകരുന്നത്. If you call upon the name of the Lord, God will അന്ത്യനാളുകളിൽ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് ദൈവം പറയുമ്പോൾ, Jesus said, the last days I will pour out my spirit on all flesh. വെറുതെ ഇരിക്കുന്നവന്റെ മേൽ ആത്മാവിനെ അയക്കുന്നത്, വിളിച്ചപേക്ഷിക്കുന്നതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകരും. Only those who call upon him, God will send us Holy Spirit. ഹല്ലേലൂയ. ദൈവം അവൻ വിളിച്ചപേക്ഷിക്കുന്നതിന്റെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകരും. Those who call upon him, God will surely. പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, If anyone has not received the Holy Spirit, ഇന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. can you pray? ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാ? Are you willing to call upon him? പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, If anyone has not received the Holy Spirit, അവൻ ഏറ്റവും കൂടുതൽ കരയണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കരഞ്ഞണം. if you're crying for something, you should cry for the Holy Spirit. സ്തോത്രം. ഇതിനകത്ത് പുതിയ ആൾക്കാരുണ്ടോ? എൻ്റെ അനുഭവങ്ങൾ നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിഷേകം കിട്ടിയത് ഞാൻ വിളിച്ച് ഉള്ളിൽ കടന്ന് മുട്ടുകുത്തി കരഞ്ഞപ്പം എൻ്റെ മേലൊരു ശക്തി ഇറങ്ങി വന്നു. When I prayed in tears for the anointing, God sent his power upon me. ഹല്ലേലൂയ. അതിനകത്തൊരു ആഗ്രഹവും ദാഹവും തീക്ഷ്ണതയുള്ളവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നിരിക്കും. If you really have a thirst, God will surely give you his Holy Spirit. ഇതിനകത്ത് കിട്ടാതെ ആരെങ്കിലും ഇന്ന് കർത്താവിനോട് പറയുക, കർത്താവേ എൻ്റെ മേൽ അഭിഷേകത്തിന്റെ തൈലത്തെ ഒരുക്കണമേ. Pray, God send your holy anointing oil upon me. സ്തോത്രം, സ്തോത്രം. Because God is communicating you through his spirit. Hallelujah. ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Amen. കാരണം ഗലാത്യരുടെ ലേഖനമായ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം ഉള്ളിൽ പകർന്നിരിക്കുന്നത്. God has given a spirit of adoption by whom we cry out, Abba, Father. ഭയത്തിന്റെ ആത്മാവിനെ അല്ല. Not the spirit of bondage or fear. Yes, ആമേൻ. പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. God has given a spirit of adoption. സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെയാണ്. Spirit of the freedom. God has given upon our lives a spirit of freedom. Hallelujah. ഹലോ. എല്ലാ ബോണ്ടേജും കർത്താവിന്റെ നാമത്തിൽ തകരുവാൻ തക്കവണ്ണം ഇടയാകും. All the bondages will break in the name of Jesus. പരിശുദ്ധാത്മാ ഉള്ളിൽ വരുന്നവന് മാത്രമേ യേശു കർത്താവാണെന്ന് പറയാൻ കഴിയത്തുള്ളൂ. Only those who receive the Holy Spirit can say Jesus is Lord. സംശയമുണ്ടെങ്കിൽ കാരണം പരിശുദ്ധാത്മാവിന് മാത്രമേ എനിക്ക് ആ ബോധ്യം തരാൻ കഴിയത്തുള്ളൂ. Only the Holy Spirit can give us true conviction. ഹല്ലേലൂയ. അവിടെ പറയുന്ന പത്രോസേ, നിനക്ക് ജഡമാംസങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ പിതാവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ ആണ് നമുക്ക് യേശു കർത്താവാണെന്ന് വെളിപ്പെടുത്തുന്നത്. That's why Jesus told, flesh and blood did not reveal it to you, but it is God's Holy Spirit who revealed it. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വന്നാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. If Holy Spirit comes into me, I cannot sit still. ഞാൻ ദൈവത്തെ സത്യത്തിലും ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങും. I will start worshiping in spirit and truth. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുന്നവന്റെ ജീവിതത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. If you worship in spirit and truth, God will surely work. സ്തോത്രം. ഞാൻ മുമ്പ് പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മയിൽ The prayer group I used to go before. ആരാധനയ്ക്ക് മുമ്പ് പിള്ളേർ, അവർ ചെറുപ്പക്കാർ പിള്ളേരാണ്. There were mainly youth who were worshiping. അവർ തമാശ പറയത്തില്ല. They never say any joke. അവർ മുഴങ്കാലും മടക്കി ദൈവസന്നിധി വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങും. They go on their knees and they cry out to God. നമ്മുടെ ആരാധന സീരിയസ് ആയിട്ട് എടുക്കണം. We should take our worship seriously. അല്ലെങ്കിൽ ഇതിനകത്ത് ആരാധിക്കാൻ വരുമ്പോൾ മുമ്പേ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആരാധിക്കാൻ വന്നാൽ അതിനകത്തൊരു When we come വ്യത്യാസമുണ്ട്. for worship, we should pray and come into the presence of സ്തോത്രം. ഞാൻ God. വിശ്വസിക്കുന്നു നമ്മളെ ഞായറാഴ്ച കൂട്ടായ്മകൾക്ക് ഒരു മാറ്റം കർത്താവ് കൊണ്ടുവരും. God will bring about a change in our worship. സ്തോത്രം, സ്തോത്രം. ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. God's work. വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, If we call upon the name of the Lord, അതിന് ഉത്തരം തരുന്ന ദൈവമുണ്ട്. God will answer that prayer. ദൈവം സംസാരിക്കുമ്പോൾ അതിന്
ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, when God speaks, if we respond to Him, കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകും. God will surely speak for us. നമ്മളൊരു ശബ്ദം കേൾക്കും. We will hear His voice. അല്ലെങ്കിൽ അപ്പോൾ ഈ ദിവസങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞപ്പോൾ, When our sisters told a testimony, കർത്താവ് ഒരു പൂർണ്ണ വേലയ്ക്ക് വേണ്ടി സിസ്റ്ററിനെ വിളിച്ചു. God called her for gospel work. ചില നാളുകൾ സിസ്റ്റർ അതിന് സ്തോത്രം, എനിക്കൊന്ന് യു വെയിറ്റഡ് ഫോർ ദാറ്റ്, റൈറ്റ്? സ്തോത്രം. ബട്ട് വെൻ ദ ടൈം കെയിം ഷി ടുക്ക് എ സ്റ്റെപ്പ് ഓഫ് ഒബീഡിയൻസ്. Hallelujah. She took a step of obedience. And then God started speaking. God started speaking through her. സ്തോത്രം. ദൈവം പറയുന്ന അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, If you are willing to obey God, ഈ വചനത്തിനകത്ത് എന്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ whatever God speaks to അത് you, അനുസരിക്കാൻ if തയ്യാറാണെങ്കിൽ, you are willing to obey that, അനുസരിക്കുന്നവനോടാണ് ദൈവം സംസാരിക്കുന്നത്. if you obey, God will വിശ്വസിക്കുന്ന continue to speak. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എന്ത് പറഞ്ഞാലും, എന്ത് വചനം ഇതിനകത്ത് കർത്താവ് ഉപദേശം തന്നിട്ടുണ്ടെങ്കിലും അത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, the next moment God will start dealing with you. Amen. Whatever He says in His word, if you You are will willing to feel obey, the presence God, of God. You will have a divine experience. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് കർത്താവ് നയിക്കാൻ തുടങ്ങും. God will give you a spiritual experience. ഹല്ലേലൂയ. അപ്പോൾ എബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ, When God called Abraham, എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, God told Abraham, നിന്റെ പിതൃഭവനവും ജാതിക്കാരെയും വിട്ട് leave your father's house, get out get out from your house. from your father's house. Hallelujah. And I will show you, നിനക്ക് ഞാൻ കാണിപ്പാൻ ദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. I will show you the land which I'm going to give you. എബ്രഹാം പോയി ആരോട് ആലോചന ചോദിച്ചില്ല. Abraham did not ask anyone. എബ്രഹാം കേട്ട മാത്രയിൽ അടുത്ത ജോഡപ്പെടുത്തു. Abraham took that step when God called him. ദൈവം എബ്രഹാമിനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. And God started blessing ഒറ്റ Abraham. ദിവസം പോലും എബ്രഹാമിന്റെ ജീവിതത്തിൽ കുറവ് വന്നിട്ടില്ല. And there was no lack in Abraham's life. ഹല്ലേലൂയ. ഒബീഡിയൻസ്, അനുസരിക്കുന്നവന്റെ ജീവിതത്തിന് ദൈവത്തിന് ഉത്തരവാദിത്തം ഉണ്ടെന്ന്. If you obey, God is responsible for your life. സ്തോത്രം, സ്തോത്രം, Hallelujah. സ്തോത്രം, 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 സ്തോത്രം. പുറത്തിറങ്ങുന്ന കാര്യമല്ല. കർത്താവ് എന്ത് പറഞ്ഞാലും പാപം ചെയ്യരുതെന്ന് പറയുന്ന മണ്ഡലത്തിൽ പാപം ചെയ്യാതിരിക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു സ്റ്റെപ്പ് ഓഫ് ഒബീഡിയൻസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ, God will start dealing with you. God tells do not sin. If you obey, God will surely deal with you. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന തെറ്റാണെന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ ഏറ്റു പറയുമ്പോൾ, ആ നിമിഷം God will start dealing with me. If I do something which God tells me is wrong, if I confess it, God will surely deal Then with God will start speaking to you. Amen. ഏതെങ്കിലും തരത്തിൽ ദൈവം സംസാരിച്ചിരിക്കും. God will surely speak to you. പല കാര്യങ്ങൾ നമുക്ക് ഇന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, പക്ഷെ സമയത്തിന്റെ പരിധിയുണ്ട്. Hallelujah. There is limitation of time. സ്വതം. പക്ഷേ ഈ ദിവസങ്ങൾ തന്റെ മകനെ യാഗം കഴിക്കുവാൻ പറയുമ്പോഴും, When God told Abraham to sacrifice his son, പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം കാണിക്കാന്ന് പറഞ്ഞപ്പോൾ, when God told He will bring him to a land flowing with milk and honey, അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം ഉടനെ പുറപ്പെട്ടു. he went immediately. പക്ഷേ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പം, When God told him to sacrifice his son, അത് വേണമെന്ന് ചോദിച്ചില്ല. he didn't ask God, is there a സ്തോത്രം. need? ഉടനെ അനുസരിക്കാൻ തയ്യാറായി. He was willing to ഇതാണ് sacrifice. എബ്രഹാമിന്റെ പ്രത്യേകത. Hallelujah. എബ്രഹാമിനെ അനുഗ്രഹിച്ചതിന് വലിയ കാരണം ഇതാ. That is why the reason why God blessed ദൈവം Abraham. എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ തയ്യാറാണ്. Whatever God asked of him, he was willing to obey. ഹല്ലേലൂയ. നിന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട്, I will bless you as a greater blessing എന്നാണ്. മോറിയായിൽ നിന്ന് അബ്രഹാം ഇറങ്ങി വരുമ്പോൾ, മകനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചില്ല. വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് മകനുമായി പോവുകയാണ്. Hallelujah. When God told him to sacrifice Abraham, he got up early and he went. സ്തോത്രം. മകനും ആണ് പറയുന്നത്, ഞാനും എൻ്റെ മകനും യാഗം കഴിച്ചിട്ട് മടങ്ങി വരും. He said, I and my son will go and worship and come back. അല്ല, ഈ മകനിലൂടെ ലോകത്തിന്റെ അനുഗ്രഹം വരാൻ പോവുകയാണെന്ന് എബ്രഹാമിന് അറിയാമായിരുന്നു. Abraham knew that through the son, the blessing of God was going to come upon the earth. ദൈവം ഭോഷ്ക് പറയുന്ന അല്ലെന്ന് അബ്രഹാമിന് ഉറപ്പായിരുന്നു. Abraham knew that God would not lie. സ്തോത്രം. അവനെ മരിച്ചാലും മരിച്ചവനെ ഉയർപ്പിക്കാൻ ദൈവം ശക്തനെ നിന്നി. Abraham knew that even if his son died, God was able to raise him up. കത്തി എടുത്ത എബ്രഹാമിന്റെ അവിടെ കത്തി എടുക്കുന്നതിന് വരെ ദൈവം മിണ്ടിയില്ല.
God did not speak till he took that knife. കത്തി എടുത്തപ്പോഴാണ് ദൈവം സംസാരിച്ചത്. It is when he raised the knife that God spoke. മകനെ അറുക്കാൻ കത്തി എടുത്തപ്പം It is when he was going to kill his son. കത്തിക്കും ഇസ്ഹാക്കിനും മധ്യ ദൈവത്തിന്റെ വചനം ഇറങ്ങി വന്നു. It is between that മകന്റെ മേൽ കത്തി വെക്കരുത്. Do not lay your hands on your son. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചതുകൊണ്ട്. Because you've obeyed. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. I'm going to bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. I'm going to bless you. With a blessing I will bless you. Amen. ലോകമെമ്പാടുമുള്ള ജനത നിന്റെ പുത്രനിലൂടെ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. Through your seed generations will be blessed. And that seed was Jesus Christ. Amen. അത് യേശുവിനെ പറ്റിയാണ് പറഞ്ഞത്. It is talking about Jesus Christ. സ്വന്തം മകനെ യാഗമായി കാൽവറിയിൽ കൊടുക്കുന്നതിന് മുമ്പ് ഇവനെ അനുഗ്രഹിക്കാൻ യോഗ്യനാണോ നോക്കിയത് ഇതിലൂടെയായിരുന്നു. Hallelujah. God was seeing if it was worthy. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ One താല്പര്യപ്പെടുകയാണ്. more thing I want to say. ദൈവം ഒരു മനുഷ്യനെ കണ്ടു. God saw one person. ഹല്ലേലൂയ. ഭൂമിക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ട്. There was one person on the earth. ആമേൻ. ദൈവം തന്റെ പുത്രനെ യാഗമായി കൊടുക്കുമ്പോൾ When he gave his son, പിശാച് ചോദിക്കും, Satan asked, നീ എന്തിനാണ് നിന്റെ പുത്രനെ യാഗമായി കൊടുക്കാൻ ഇവർക്ക് യോഗ്യതയുണ്ടോ? why did you come to this? Why did you send your son to be a sacrifice? ദൈവത്തിന് ഉത്തരമില്ല. God had no father, had no answer. പക്ഷേ അബ്രഹാമിനെ പറ്റി ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. But God had an assurance about അബ്രഹാമിനോട് പറഞ്ഞാൽ എന്തും അവൻ ചെയ്യും. whatever he tells Abraham, he will do. മറ്റാരോടും ചോദിച്ചാൽ അവൻ ഹല്ലേലൂയ ആ വഴി പിന്നെ കാണത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല എന്ന് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ പോലെ അവൻ ഓടിയെടുത്ത പുല്ല് പോലും കാണത്തില്ലെന്ന് പറഞ്ഞ പോലെ ആ ഭാഗത്ത് പിന്നെ കാണത്തില്ല. But God knew that if whatever he asked Abraham, Abraham would obey. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം ഒന്നും വേണ്ടിയില്ല, അടുത്ത സ്റ്റെപ്പ് എടുത്തു. When God told Abraham, he immediately obeyed. ഹല്ലേലൂയ. 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 ആമേൻ. പക്ഷേ അവിടെ ആമേൻ കൊല്ലാൻ ദൈവം ഇടയായില്ല. ഇത് പിശാചിനുള്ള ഉത്തരവായിരുന്നു. He did not allow him to kill his son Isaac. മാനവരാശിക്ക് വേണ്ടി സ്വന്തം പുത്രനെ കൊടുക്കുവാൻ എന്ത് യോഗ്യത മനുഷ്യനെന്ന് ചോദിക്കാൻ. It was an answer to Satan's question. സ്വതം എൻ്റെ ഉള്ളിലെ ഒരു വെളിപ്പാട് ഞാൻ പറയുന്നത് സ്വതം ഉപദേശമാണെന്ന് ഞാൻ പറയുന്നില്ല. സ്വതം പിശാച് ബാധ കിട്ടുമ്പോൾ പിശാച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ പിശാച് എന്ന് ദൈവസ്ഥാനത്ത് ചോദിക്കും, ഇവനെന്താ യോഗ്യത, ഇവക്കെന്താണ് ഈ സിസ്റ്റം എന്താണ് യോഗ്യത അല്ല എന്ന് ചോദിക്കുമ്പോൾ യേശു അവിടെ എഴുതേക്കും. Hallelujah. Satan is asking in the presence of God, is he worthy? നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ he cannot touch you. Hallelujah. ആ രക്തത്താൽ കഴിക്കിട്ടുണ്ടെങ്കിൽ പിന്നെ തളാൻ പറ്റത്തില്ല. Amen. അപ്പോൾ എബ്രഹാമിന് ആ യേശു ക്രിസ്തു സ്വന്തം പുത്രനെ യാഗമായി അയക്കുമ്പോൾ മനുഷ്യൻ എന്ത് യോഗ്യതയെന്ന് ചോദിക്കുമ്പോൾ, Amen. When Abraham gave his only son Isaac to be sacrificed, ദൈവം പറയും എൻ്റെ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ഒരു അഭിഷേകം ഒരു അബ്രഹാം ഉണ്ട്, വിശ്വാസികൾ പിതാവേ അബ്രഹാം എനിക്ക് വേണ്ടി തന്റെ പുത്രനെ യാഗമായി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ God can tell proudly that he has എൻ്റെ മകനെ യാഗമാക്കുവാനുള്ള ഒരു യോഗ്യത. If Abraham sacrificed his son Isaac, I can give my son too. Hallelujah. കൊലമരത്തിൽ കാൽവയുടെ കൊലമരത്തിൽ on the cross of Calvary, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ when Jesus sacrificed himself, അവസാനത്തെ നിമിഷവും യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്ന് പോകാമായിരുന്നു. even in the last moment Jesus could have come down from the cross. ഇസ്ഹാക്ക് പോകാമായിരുന്നു. Like Isaac, he could have caught up from that. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു. But he became a sacrifice for you and So me. God can speak to you. Hallelujah. അവൻ ക്രൂശമരണം പേറിയത് He underwent the agony. എൻ്റെ സകല ശാപത്തെ നീക്കുവാൻ വേണ്ടിയാണ്. It is to remove my curse, ദൈവത്തിന്റെ ക്രോധത്തിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. to save me from the wrath of God, എന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ്. to speak to me, ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളുടെ മേൽ പകരുവാൻ വേണ്ടിയായിരുന്നു. so that the blessing of Abraham might come upon the Gentiles. പരിശുദ്ധാത്മാവെന്ന ആമേൻ വാഗ്ദത്തം നമ്മുടെ മേൽ പകരുവാൻ To വേണ്ടിയായിരുന്നു. give to us the promise of the Holy Spirit. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. Even today Holy Spirit speaks to us. സ്തോത്രം. അപ്പാ എന്ന് വിളിക്കുവാൻ, To call God Abba അപ്പാ എന്ന് Father, വിളിക്കുവാൻ, to call God Abba ആബാ Father, എന്ന് വിളിക്കുവാൻ. Abba. ഹല്ലേലൂയ. അതെ, ഇസ്രായേൽക്കാർ യാഹേ എന്ന് വിളിക്കാൻ പോലും ഭയപ്പെടുമ്പോൾ, Even the children of നാമം പോലും എടുക്കുവാൻ ഭയപ്പെടുമ്പോൾ, children of Israel could not call upon the name Yahweh. ആമേൻ, നമുക്ക് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ. We can call Abba Father. അപ്പനാണെങ്കിൽ എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കും. How many of you thank God because we can call God Abba Father? എത്ര പേരൊന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങളെ, എന്റെ സകല പ്രാർത്ഥനകൾക്കും ആമേൻ ദിവസം നീതിയോടെ ഞാൻ നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ, സത്യത്തിന് ഞാൻ ആമേൻ ഈ ദിവസം നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും
വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എബ്രഹാം നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകസ്മികമായിട്ടുള്ള പെട്ടെന്ന് ഒരു സമയത്ത് ഒരു ദൈവപ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം എപ്പോഴാണെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. പക്ഷേ ആമേ സ്തോത്രം, നിങ്ങൾ ചിന്തിക്കാത്ത മണ്ഡലങ്ങളിൽ, നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിൽ ആമേ സ്തോത്രം സമയം വൈകി വരുന്നവനല്ല. ആമേ God will come at the right time. നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. പക്ഷേ വിളിച്ചപേക്ഷിക്കുന്നത് നിർത്തരുത്, കരയുന്നത് നിർത്തരുത്, പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ചോ, ആരാധിക്കാൻ തയ്യാറായോ, ഈ ദിവസം ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായോ, ദൈവം ഉത്തരം നൽകാൻ പോകുന്ന നാളുകൾ മുമ്പിൽ. ഇന്നൊന്ന് വിശ്വാസമേ, കഥാവി എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ മറുപടിയുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. ഞാൻ ഓടിയതൊക്കെ ഒന്നും അധ്വാനിച്ച് ഒന്നും വൃഥാഭാവത്തില്ല. ദൈവം ഈ ദിവസങ്ങളിൽ നാളുകളായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. നാളുകളായി കണ്ണീരൊഴുക്കുന്ന വിഷയങ്ങളുണ്ട്. ദൈവം എന്ന് പ്രവർത്തിക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. ബട്ട് വൺ ടൈം there is a time, there is a moment when God will answer you. പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി ഞാൻ വിശ്വസിക്കുന്ന സമയമാകുമ്പോൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോയി ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.